In the last class, we discussed about the limit and continuity of complex functions. Next, we have to discuss the differentiability of complex functions. The definition of the derivative of a complex function is similar to the definition of the derivative of real functions. That is, if w equal to f of z be a complex function and this function is said to be differentiable at a point z equal to z naught if the limit delta z tends to 0 f of z plus z naught plus delta z minus f of z naught divided by delta z exists. If this limit exists, we denote it as f dash of z naught. F dash of z naught. അതായത് കോംപ്ലക്സ് ഫംഗ്ഷനുകളുടെ ഡെറിവേറ്റീവിൻ്റെ ഡെഫിനിഷനും റിയൽ ഫംഗ്ഷനുകളുടെ ഡെറിവേറ്റീവിൻ്റെ ഡെഫിനിഷനും സെയിം തന്നെയാണ്. അവിടെ z ഈക്വൽ ടു z നോട്ട് എന്ന് പറയുന്ന ഒരു പോയിന്റിൽ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ് എന്ന് പറയണമെങ്കിൽ ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെന്നുള്ളതാണ്. ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആയിരിക്കും. ഇതനുസരിച്ചുകൊണ്ട് ജനറലി നമുക്ക് പറയാം എഫ് ഓഫ് ഇസെഡ് ഈസ് ഡിഫറൻഷ്യബിൾ. ദെൻ we can write f dash of z equal to limit delta z tends to 0 f of z plus delta z minus f of z divided by delta z exist എന്ന് നമുക്ക് പറയാൻ കഴിയും. ഇങ്ങനൊരു ഡെറിവേറ്റീവ് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ w ഈക്വൽ ടു എഫ് ഓഫ് z എന്ന് പറയുന്നതിലെ ഡെറിവേറ്റീവിനെ d by dz of w or dw by dz എന്ന് ലെബനിസ് നൊട്ടേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. അതിനെ മറ്റു രീതികളിൽ നമുക്ക് എഴുതാം. ദാറ്റ് ഈസ് d by dz of f of z എന്ന് എഴുതാം, അല്ലെങ്കിൽ എഫ് ഡാഷ് ഓഫ് ഇസഡ് എന്ന് എഴുതാം. നമ്മൾ റിയൽ ഫംഗ്ഷനുകളിൽ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും നമുക്ക് കാര്യങ്ങൾ പറയാൻ പറ്റും. ഇവിടെ ലിമിറ്റിൻ്റെ ഓൾജിബ്രയും റിയൽ ഫംഗ്ഷനുകളിൽ പറഞ്ഞതുപോലെ തന്നെയാണ്. അതായത് ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ഈസ് ഈക്വൽ ടു 0. Suppose there is two functions f of z and g of z as complex functions, then the derivative of the sum of these functions is equal to d by dz of f of z plus d by dz of g of z. അതുപോലെ ഡിഫറൻസ് ആണെങ്കിൽ ഇവിടെ d by dz of f of z minus d by dz of g of z എന്ന് പറയാം. പ്രൊഡക്റ്റ് റൂളും നമുക്ക് ഇതുപോലെ തന്നെ പറയാവുന്നതാണ്. ദാറ്റ് ഈസ് d by dz of f of z into g of z equal to f of z into d by dz of g of z plus g of z into d by dz of f of z എന്ന്. ക്വോഷ്യൻ റൂളും ഇതുപോലെ തന്നെയാണ്. ദാറ്റ് ഈസ് d by dz of f of z divided by g of z equal to g of z into d by dz of f of z minus f of z into d by dz of g of z all divided by g of z all square. അതുപോലെ തന്നെ നമുക്ക് പവേഴ്സ്, വേരിയബിൾസിൻ്റെ പവേഴ്സ് വന്നു കഴിഞ്ഞാൽ ഡിഫറൻഷ്യബിലിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട് റിയൽ ഫംഗ്ഷനുകളിൽ. അതുപോലെ ഇവിടെ നമുക്ക് പറയാം ദാറ്റ് ഈസ് d by dz of z raised to n equal to n into z raised to n minus 1 നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഈ ഓൾജിബ്രയൊക്കെ നമുക്ക് റിയൽ ഫംഗ്ഷനുകളിൽ ചെയ്തതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഡെറിവേറ്റീവ് കാണുന്ന സമയത്ത് റിയൽ ഫംഗ്ഷനുകളിൽ ഡെറിവേറ്റീവ് കണ്ട പോലെ കണ്ടാൽ മതി. ദാറ്റ് ഈസ് സപ്പോസ് വി ഹാവ് എ ഫംഗ്ഷൻ എഫ് ഓഫ് z ഈക്വൽ ടു z ക്യൂബ് പ്ലസ് 2z പ്ലസ് 1, ദെൻ എഫ് ഡാഷ് ഓഫ് z ഈക്വൽ ടു d by dz ഓഫ് z cube plus 2z plus 1 equal to d by dz of z cube plus 2 into d by dz of z plus d by dz of 1 എന്ന് നമുക്ക് എഴുതാൻ പറ്റും. That is
d by dz of z cube means z raised to n ആണെങ്കിൽ n into z raised to n minus 1 ആണ്. So here we can write 3z square, 3 minus 1, 3z square plus 2 into d by dz of z, that is 2 into 1 plus d by dz of the constant 1 is equal to 0. So the derivative is 3z square plus 2 എന്ന്. നമ്മൾ സാധാരണ എക്സിന് പകരം ഇവിടെ z എന്ന് പറയുന്ന വേരിയബിൾ വന്നതുപോലെയാണ് കോംപ്ലക്സ് ഫംഗ്ഷനുകളിൽ നമ്മൾ ചെയ്യുന്നത്. ഇത് പ്രൊഡക്റ്റ് റൂളിൻ്റെ കാര്യത്തിലും അതുപോലെ കോഷ്യന്റ് റൂളിൻ്റെ കാര്യത്തിലൊക്കെ നമുക്കിതുപോലെ കാണാവുന്നതാണ്. അത്തരം കാര്യങ്ങൾ വിശദീകരിക്കുന്ന 1-2 എക്സാമ്പിൾസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണാം. നമ്മൾ ഈ സിമ്പിളായിട്ടുള്ള ഈ ഭാഗമായതുകൊണ്ട് ഞാൻ വീണ്ടും അതിലേക്ക് പോകുന്നില്ല. നമ്മൾ സാധാരണ എക്സ് വൈ വേരിയബിളുകളെ ഉപയോഗിച്ച് വന്നിട്ട് ചെയ്യുന്നത് പോലെ z എന്ന് പറയുന്ന വേരിയബിളിലുള്ള ഫംഗ്ഷനെ ചെയ്യുന്നത് പോലെ ഇവിടെയും നമുക്ക് കോംപ്ലക്സ് ഫംഗ്ഷനുകളിൽ ചെയ്താൽ മതി. കോഷ്യന്റ് റൂളും പ്രൊഡക്റ്റ് റൂളും എല്ലാം സെയിം തന്നെയാണ്. നമുക്ക് ഇവിടെ ഉള്ള വേറൊരു പ്രശ്നം, ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെന്ന് പറയണമെങ്കിൽ ഡെഫിനിഷൻ അനുസരിച്ചുകൊണ്ട് ലിമിറ്റ് ഡെൽറ്റ z ടെൻസ് ടു 0 f of z0 plus delta z minus f of z0 ഡിവൈഡഡ് ബൈ ഡെൽറ്റ z എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ അവിടെ ഡിഫറൻഷ്യബിൾ ആണെന്ന് പറയാൻ കഴിയുള്ളൂ. അതായത് നമുക്ക് റിയൽ ഫംഗ്ഷനുകളാണെങ്കിൽ ഒരു പോയിന്റിലേക്ക് z0 എന്ന് പറയുന്ന x0 എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് x ടെൻഡിങ് ടു x0 നമുക്ക് അപ്രോച്ച് ചെയ്യണമെങ്കിൽ ഇതിലേക്ക് ഈ പോയിന്റിലേക്ക് അപ്രോച്ച് ചെയ്യാൻ ആകെ 2 പാത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദാറ്റ് ഈസ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ്, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്തതനുസരിച്ചുകൊണ്ട് ഈ പോയിന്റിൻ്റെ ലെഫ്റ്റിൽ നിന്നും അതുപോലെ റൈറ്റിൽ നിന്നും റിയൽ ആക്സിസിലൂടെ മാത്രമേ അല്ലെങ്കിൽ എക്സ് ആക്സിസിലൂടെ മാത്രമുള്ള 2 പാത്തുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ നമുക്ക് കോംപ്ലക്സ് പ്ലെയിനിലാണെങ്കിൽ z0 എന്ന് പറയുന്ന പോയിന്റിലേക്ക് അപ്രോച്ച് ചെയ്യാൻ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരുപാട് പാത്തുകൾ നമുക്ക് കാണാൻ കഴിയും. അതായത് ഈ z0 എന്ന് പറയുന്ന പോയിന്റിലേക്ക് എക്സ് ആക്സിസിന് പാരലലായിട്ടുള്ള സ്ട്രെയിറ്റ് ലൈനുകൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് എത്താൻ പറ്റും. വൈ ആക്സിസിന് പാരലലായിട്ടുള്ള സ്ട്രെയിറ്റ് ലൈനുകളാണ് എടുക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് z0ലേക്കുള്ള പാത്തുകൾ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി അതല്ലാത്ത വേറെയും സ്ട്രെയിറ്റ് ലൈൻ പാത്തുകൾ തന്നെ നമുക്ക് അതിലേക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇങ്ങനെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരുപാട് പാത്തുകൾ z0ലേക്ക് അപ്രോച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് z പ്ലെയിനിൽ നമുക്ക് കാണാൻ കഴിയും. അവിടെയെല്ലാം ഈ പാത്തുകളിലൂടെ എല്ലാം ലിമിറ്റ് കാണുന്ന സമയത്തും സെയിം വാല്യൂ ആണ് കിട്ടുന്നെങ്കിൽ മാത്രമാണ് അവിടെ ഫംഗ്ഷൻ കോംപ്ലക്സ് ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെന്ന് പറയാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പാത്തിൽ ഈ കാണുന്ന ഡെറിവേറ്റീവ് മറ്റൊരു പാത്തിൽ ഡിഫറൻ്റ് ആണ് വരുന്നതെങ്കിൽ അവിടെ ഡിഫറൻഷ്യബിൾ ആണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നമുക്കൊരു എക്സാമ്പിൾ ഉപയോഗിച്ചുകൊണ്ട് പറയാം. കൺസിഡർ ദ ഫംഗ്ഷൻ f of z equal to z bar, that is the conjugate of the complex numbers, complex function. It is not differentiable. ഈ ഫംഗ്ഷൻ എവിടെയും ഡിഫറൻഷ്യബിൾ അല്ല എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലിമിറ്റ് നമ്മൾ ലിമിറ്റ് ഡെഫിനേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഡിഫറെൻറ്റ് ലിമിറ്റുകളാണ് വരുന്നത് എന്നുള്ളത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡിഫറൻഷ്യബിൾ അല്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ദാറ്റ് ഈസ് we have the function f of z equal to z bar. Suppose we have the complex number z equal to x plus iy, then z bar equal to x minus iy എന്ന് നമുക്കറിയാം. നമുക്ക് ഈ ലിമിറ്റ് വരുന്നത് ഇങ്ങനെയാണ്. ലിമിറ്റ് ഡെൽറ്റ z ടെൻസ് ടു 0 f of z plus delta z minus f of z ഡിവൈഡഡ് ബൈ ഡെൽറ്റ z എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യലാണ്. ആദ്യം നമുക്ക് ഈ ഫംഗ്ഷനുകൾ ഏതൊക്കെയാണ് വരുന്നത് നോക്കാം. ഈ ഒരു കോഷ്യൻറ്റ് എന്താണ് വരുന്നത് എന്ന് നോക്കാം. അതിനനുസരിച്ച് ലിമിറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ മതിയല്ലോ. ദാറ്റ് ഈസ് വി ഹാവ് എഫ് ഓഫ് z ഈക്വൽ ടു z ബാർ. സോ എഫ് ഓഫ് z പ്ലസ് ഡെൽറ്റ z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് z പ്ലസ് ഡെൽറ്റ z ഓൾ കോൺജുഗേറ്റ് എന്നാണ് കിട്ടുക. z ഈക്വൽ ടു എക്സ് പ്ലസ് iy ആയതുകൊണ്ട് ഇതിനെ z ബാർ പ്ലസ് ഡെൽറ്റ z ബാർ എന്ന് നമുക്ക് എഴുതാൻ കഴിയും. ദാറ്റ് ഈസ് എക്സ് മൈനസ് iy പ്ലസ് ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഡെൽറ്റ വൈ എന്ന് ബാർ എന്ന് എഴുതാം. ഇങ്ങനെ എഴുതാം കോൺജുഗേറ്റ് എടുത്തുകൊണ്ട് നമുക്കതിനെ ഇങ്ങനെ എഴുതാം. ദാറ്റ് ഈസ് എക്സ് പ്ലസ് iy കോൺജുഗേറ്റ് എക്സ് മൈനസ് iy പ്ലസ് ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ iy ഐ ഡെൽറ്റ വൈയുടെ കോൺജുഗേറ്റ് ഡെൽറ്റ എക്സ് മൈനസ്
ഐ ഡെൽറ്റ വൈ എന്നാണ് കിട്ടുക. ഇനി അതുകൊണ്ട് എഫ് ഓഫ് സെഡ് പ്ലസ് ഡെൽറ്റ ഐ സെഡ് മൈനസ് എഫ് ഓഫ് ഇസെഡ് എന്ന് പറയുന്നത് എന്താ കിട്ടുന്നുണ്ടാവുക? ദാറ്റ് ഈസ് എഫ് ഓഫ് സെഡ് പ്ലസ് ഡെൽറ്റ ഐ സെഡ് മൈനസ് എഫ് ഓഫ് ഇസെഡ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് ഐ ഡെൽറ്റ വൈ. ഇത് എഫ് ഓഫ് സെഡ് പ്ലസ് ഡെൽറ്റ ഐ സെഡ് മൈനസ് എഫ് ഓഫ് ഇസെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഓഫ് ഇസെഡ് ഈക്വൽ ടു സെഡ് ബാർ ആണ്. ദാറ്റ് ഈസ് എക്സ് മൈനസ് ഐ വൈ എന്ന് കിട്ടും. ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ എക്സും ക്യാൻസൽ ചെയ്യാം. ഇവിടെ നമുക്കുള്ള ഇവിടെ എക്സ് മൈനസ് ഐ വൈ ആണ് വരുന്നത് അല്ലേ? എക്സ് മൈനസ് ഐ വൈ. ഈ ഐ മൈനസ് ഐ വൈയും മൈനസ് ഓഫ് മൈനസ് ഐ വൈയും ക്യാൻസൽ ചെയ്യാം. പിന്നെ ഉണ്ടാകുന്നത് ഡെൽറ്റ എക്സ് മൈനസ് ഐ ഡെൽറ്റ വൈ എന്ന് മാത്രമാവും എഫ് ഓഫ് സെഡ് പ്ലസ് ഡെൽറ്റ ഐ സെഡ് എന്ന് പറയുന്നത്. ഇനി ഡെൽറ്റ ഐ സെഡ് ഈക്വൽ ടു നമ്മൾ നേരത്തെ എഴുതിയിട്ടില്ല, നമുക്ക് എഴുതാം. ഡെൽറ്റ ഐ സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഡെൽറ്റ വൈ എന്നാണ് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് സെഡ് പ്ലസ് ഡെൽറ്റ ഐ സെഡ് മൈനസ് എഫ് ഓഫ് ഇസെഡ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ ഐ സെഡ് എന്ന് പറയുന്നതിനെ ഇങ്ങനെ എഴുതാം. എഫ് ഓഫ് സെഡ് പ്ലസ് ഡെൽറ്റ ഐ സെഡ് മൈനസ് എഫ് ഓഫ് സെഡ് എന്ന് പറയുന്നത് ഡെൽറ്റ എക്സ് മൈനസ് ഐ ഡെൽറ്റ വൈ എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഡെൽറ്റ ഐ സെഡ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഡെൽറ്റ വൈ എന്നും കിട്ടും. ഇനി ഇവിടെ ലിമിറ്റ് എടുത്തു കഴിഞ്ഞാൽ therefore ലിമിറ്റ് ഡെൽറ്റ ഇസെഡ് ടെൻസ് ടു 0 എഫ് ഓഫ് സെഡ് പ്ലസ് ഡെൽറ്റ ഇസെഡ് മൈനസ് എഫ് ഓഫ് ഇസെഡ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ ഇസെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ ഇസെഡ് ടെൻസ് ടു 0 ഡെൽറ്റ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് മൈനസ് ഐ ഡെൽറ്റ വൈ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഡെൽറ്റ വൈ എന്നാണ് കിട്ടുക. ഇവിടെ ഡെൽറ്റ ഇസെഡ് ടെൻസ് ടു 0 എന്ന് പറയുന്ന ഭാഗം നമ്മൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഡെൽറ്റ ഇസെഡ് ക്യാൻ ബി അപ്രോച്ചസ് ടു 0 ഇൻ 2 പാത്ത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് റിയൽ ആക്സിസും അതുപോലെ ഇമാജിനറി ആക്സിസും നമുക്കുണ്ട്. അപ്പോൾ ഡെൽറ്റ ഇസെഡ് ടെൻസ് ടു 0 എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഇഫ് ഇറ്റ് മേ ബി അലോങ് റിയൽ ആക്സിസ് ഓർ അലോങ് വൈ ആക്സിസ്, ഇമാജിനറി ആക്സിസ്. നമുക്ക് ഡെൽറ്റ ഇസെഡ് ടെൻസ് ടു 0 ഇഫ് ഡെൽറ്റ ഇസെഡ് ടെൻസ് ടു 0 അലോങ് റിയൽ ആക്സിസ്, എക്സ് ആക്സിസ് പാത്തിലൂടെയാണ് ഡെൽറ്റ ഇസെഡ് 0ലേക്ക് അപ്രോച്ച് ചെയ്യുന്നതെങ്കിൽ അവിടെ നമുക്ക് കൃത്യമായിട്ട് പറയാം ഡെൽറ്റ വൈ ഈക്വൽ ടു 0 എന്ന് പറയാം. ഡെൽറ്റ y equal to 0. അതായത് if delta z approaches to 0 along the real axis, that is x axis, അവിടെ delta y equal to 0 എന്ന് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എഴുതാവുന്നത് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എന്നാണ് എഴുതാൻ കഴിയുക. കാരണം ഡെൽറ്റ വൈ 0 ആണല്ലോ. നമുക്കിവിടെ ഉള്ളത് ഡെൽറ്റ ഇസെഡ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഡെൽറ്റ വൈ ആണ്. അതിൽ ഡെൽറ്റ വൈ അലോങ് എക്സ് ആക്സിസ് ആണെങ്കിൽ ഡെൽറ്റ വൈ 0 ആവും. അപ്പോൾ ഡെൽറ്റ ഇസെഡ് ടെൻസ് ടു 0 എന്ന് പറയുന്നത് ഏതിനോട് ഈക്വൽ ആയിരിക്കും? ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 എന്ന് പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ലിമിറ്റ്, ദാറ്റ് ഈസ് ലിമിറ്റ് ഡെൽറ്റ z ടെൻസ് ടു 0 എഫ് ഓഫ് z പ്ലസ് ഡെൽറ്റ ഇസെഡ് മൈനസ് എഫ് ഓഫ് ഇസെഡ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ ഇസെഡ് എന്ന് പറയുന്നതിനെ ഇങ്ങനെ മാറ്റി എഴുതാം. ദാറ്റ് ഈസ് ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ആൻഡ് ഡെൽറ്റ വൈ ഈക്വൽ ടു 0 എഫ് ഓഫ് സെഡ് പ്ലസ് ഡെൽറ്റ ഇസെഡ് മൈനസ് എഫ് ഓഫ് സെഡ് ഡിവൈഡ് ബൈ ഡെൽറ്റ ഇസെഡ് എന്ന് പറയുന്നതിന് എഴുതി എങ്ങനെയായിരുന്നു? ഡെൽറ്റ എക്സ് മൈനസ് ഐ ഡെൽറ്റ വൈ എന്നാണ് നമ്മൾ കണ്ടത്. ഇവിടെ ഡെൽറ്റ വൈ 0 ആയതുകൊണ്ട് ഐ ഇൻറ്റു 0 ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഇൻറ്റു ഡെൽറ്റ വൈ ഈക്വൽ ടു 0. സോ ഐ ഇൻറ്റു 0 എന്ന് എഴുതാം. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ഇതിനെ കിട്ടുന്നത് ഇങ്ങനെയാണ്. ദാറ്റ് ഈസ് ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻഡിങ് ടു 0 ഡെൽറ്റ വൈ ഈക്വൽ ടു 0 ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ എക്സ് എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ എക്സ് ടെൻസ് ടു 0 ഡെൽറ്റ വൈ ഈക്വൽ ടു 0 ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ എക്സ് ഈക്വൽ ടു 1 എന്നാവും. സോ ദ ലിമിറ്റ് ഈസ് ഈക്വൽ ടു 1 എന്നാണ് നമുക്ക് കിട്ടുക. ഇനി ഇതുപോലെ തന്നെ ഇഫ് ഡെൽറ്റ ഇസെഡ് അപ്രോച്ചസ് ടു 0 അലോങ് ദ വൈ ആക്സിസ്, വൈ ആക്സിസ് നമ്മൾ ഇമാജിനറി ആക്സിസ് എന്നാണ് പറയുക. അലോങ് ഇമാജിനറി
ആക്സിസ്. ഇമാജിനറി ആക്സിസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അല്ലെങ്കിൽ ആ പാത്തിലാണ് ഡെൽറ്റ ഇസഡ് സീറോയിലേക്ക് അപ്രോച്ച് ചെയ്യുന്നതെങ്കിൽ അവിടെ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ റിയൽ ആക്സിസിൽ പറഞ്ഞതുപോലെ ഇവിടെ ഡെൽറ്റ എക്സ് ഈക്വൽ ടു 0 എന്ന് കൃത്യമായിട്ട് പറയാം. സോ ഹിയർ ഡെൽറ്റ ഇസഡ് ടെൻസ് ടു 0 മീൻസ് delta x equal to 0 and delta y approaches to 0 എന്ന് കാണാൻ കഴിയും. Therefore limit delta z tends to 0 f of z plus delta z minus f of z divided by delta z എന്ന നമ്മുടെ ഡെറിവേറ്റീവിൻ്റെ ഡെഫിനിഷനിൽ ഇങ്ങനെ മാറ്റി എഴുതാം. ദാറ്റ് ഈസ് ലിമിറ്റ് delta x equal to 0 delta y approaches to 0 നമുക്ക് എഫ് ഓഫ് സെഡ് പ്ലസ് ഡെൽറ്റ ഇസെഡ് മൈനസ് എഫ് ഓഫ് സെഡ് ബൈ ഡെൽറ്റ ഇസെഡ് എന്ന് പറയുന്നതിന് ഡെഫിനേഷൻ അനുസരിച്ച് കിട്ടിയത് എന്തായിരുന്നു? ഡെൽറ്റ എക്സ് മൈനസ് ഐ ഡെൽറ്റ വൈ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എക്സ് പ്ലസ് ഐ ഡെൽറ്റ വൈ എന്നാണ്. അവിടെ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് 0 ആയതുകൊണ്ട് ഇതിനെ എഴുതാം 0 മൈനസ് ഐ ഡെൽറ്റ വൈ ഡിവൈഡഡ് ബൈ 0 പ്ലസ് ഐ ഡെൽറ്റ വൈ എന്ന് കിട്ടും. അതായത് ഇതിന് കിട്ടുന്നത് ലിമിറ്റ് ഡെൽറ്റ എക്സ് ഈക്വൽ ടു 0 ഡെൽറ്റ വൈ അപ്രോച്ചസ് ടു 0 മൈനസ് 1 എന്നാണ് കിട്ടുക. ഈ ക്വാണ്ടിറ്റി ദാറ്റ് ഈസ് ഈക്വൽ ടു -1 എന്ന് കിട്ടും. അപ്പോൾ എന്താണ് കിട്ടിയത്? നമുക്ക് ഡെൽറ്റ സെഡ് ടെൻസ് ടു 0 എന്ന് പറയുന്നതിന് രണ്ട് ഡിഫറെൻറ്റ് പാത്തുകൾ നമ്മൾ ചൂസ് ചെയ്ത സമയത്ത് അവിടെ കിട്ടിയ ലിമിറ്റുകൾ രണ്ടും ഡിഫറെൻറ്റ് ലിമിറ്റുകളാണ്. ഒന്ന് 1 എന്നും ഇവിടെ ഒന്ന് -1 എന്നാണ് കിട്ടിയത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? ദ ഫംഗ്ഷൻ ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ, ദാറ്റ് ഈസ് ദ ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്, സോ ഇറ്റ് ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ എന്ന് പറയും. ഇങ്ങനെ എഴുതാം അറ്റ് ഡിഫറെൻറ്റ് പാത്ത് at different paths for delta z approaches to 0 limit delta z tends to 0 f of z plus delta z minus f of z delta divided by delta z has different limits. So limit does not exist. ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? സോ therefore f of z is not differentiable എന്ന് കാണാൻ കഴിയും. ഓക്കെ, ഇത് വളരെ പ്രധാനപ്പെട്ടൊരു എക്സാമ്പിളാണ്. ഇത് നല്ലോണം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇത് നമ്മുടെ ടെക്സ്റ്റിൽ ഇത് വർക്കൗട്ട് എക്സാമ്പിളാണ്. അത് നമുക്ക് കാണാൻ കഴിയുക പേജ് നമ്പർ 313 ഇത് വളരെ വിശദമായിട്ട് ഇത് പ്രതിപാദിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു എക്സാമ്പിൾ കൂടെ ഇവിടെ കാണാം. എഫ് ഓഫ് സെഡ് ഈക്വൽ ടു മോഡ് സെഡ് സ്ക്വയർ, സെഡ് ബാർ എന്നാണ് നമ്മൾ സെഡ് സ്ക്വയറിന് പറയുക. ആ എക്സാമ്പിളും ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, അതിനുശേഷം ഇവിടെയുള്ള പ്രൊഡക്റ്റ് റൂളും കോഷൻ റൂളും ഉപയോഗിച്ചുകൊണ്ട് ചില എക്സാമ്പിൾസ് ചെയ്തിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്തുകൊണ്ട് ചില എക്സസൈസ് പ്രോബ്ലംസും നമുക്കിവിടെ കാണാൻ കഴിയും. അതും കൂടെ ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.